വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് നമ്മൾ കുറേയധികം പുൾ ബാക്കിൻ്റെ കാര്യങ്ങളെപ്പറ്റി കുറേയധികം വീഡിയോസ് ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. 1, 2, 3, 4, 5 ഡീറ്റെയിലിംഗ് വീഡിയോ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പുൾ ബാക്ക് എന്താണ്, ആക്ച്വൽ പുൾ ബാക്ക് എങ്ങനെയാണ് നമ്മളതിനെ കണ്ടുപിടിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചറൽ മാർക്കിംഗ് ഓഫ് പുൾ ബാക്ക് ക്യാൻഡിൽസ്. സ്ട്രക്ചറൽ മാർക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പുൾ ബാക്കിനെ ബേസ് ചെയ്തിട്ട് എന്തിനാണ് ഈ പുൾ ബാക്ക് ക്യാൻഡിൽസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ യൂസ് എന്താണ്, ആക്ച്വലി അതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്, ഒരു ചെറിയൊരു ലെക്ചറാണ്. മാക്സിമം പോയിന്റ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. അതിനുശേഷം നമുക്ക് ഡീറ്റെയിലിംഗ് പാർട്ടിലേക്ക് പിന്നീടുള്ള സബ്സിക്വൻറ്റ് വീഡിയോകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാക്കി പോകാം. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ മന്ത് വൈസ് ടൈം ഫ്രെയിമിലേക്ക് എടുത്തിരിക്കുന്ന ചാർട്ടാണിത് നിഫ്റ്റിയുടെ. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ടാണ് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് നമ്മളിത് നോക്കുന്നത്. സോ നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ മന്ത് വൈസ് ആക്ടിവിറ്റിയിലേക്ക് നോക്കുകയാണ്. മന്ത് വൈസ് ആക്ടിവിറ്റിയിലേക്ക് നോക്കുമ്പോൾ മേജർ പ്ലെയേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം അവർ കോമ്പൗണ്ട് ചെയ്യുന്നത്, അതായത് കണക്ക് കൂട്ടി ലാസ്റ്റ് എടുക്കുന്നത് ഓൺ എ മന്ത്ലി ടൈം ഫ്രെയിമിലാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു ഡയറക്ഷൻ അനലൈസിസ് നടത്തുമ്പോഴും അതുപോലെ തന്നെ ഒരു ഡയറക്ഷൻ്റെ പ്രഡിക്ഷൻ നടത്തുമ്പോഴും നമ്മളെ സംബന്ധിച്ച് പല കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ദിശ സംഭവിക്കുന്നത് ഒരു കാൽക്കുലേറ്റഡ്, ഇതിനകത്ത് മുഴുവനും കാൽക്കുലേഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രൈസ്, ഒരു പർട്ടിക്കുലർ പ്രൈസിൽ നമ്മൾ സ്റ്റോക്ക് വിൽക്കുന്നു, ഈ ആക്ടിവിറ്റീസ് കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുക. സോ ഇതിനെ നമ്മൾ ഒരു വാല്യൂവിൻ്റെ ബേസിസിലാണ് കംപ്ലീറ്റ് ഇതിൻ്റെ ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ്ലി നമ്മൾ നോക്കുന്നത് പുൾ ബാക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കാം എന്താണ് സംഭവം. സോ ഇതൊരു കൺസോൾട്ടേഷൻ ഫേസ് ആണ്. ഇത് നമുക്ക് പഴയ ഡേറ്റ ഉണ്ട്, 1995, ഇവിടെ ടൈം സ്റ്റാമ്പ് ഉണ്ട്, 95 തൊട്ട് ഇവിടെ വരെ എന്ന് പറയുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ, ഒരു എന്താ പറയുന്നത്, ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ്. അതായത് ഒരു സൈഡ് വൈസ് മൊമെൻറ്റം ആയിട്ട് മാർക്കറ്റ് നിൽക്കുക. അതിനുശേഷം അത് ബ്രേക്ക് ഔട്ട് ചെയ്തു. അതിനുശേഷം ബ്രേക്ക് ഔട്ട് ചെയ്തതിനു ശേഷം പ്രൈസ് നേരെ താഴേക്ക് പോയിരുന്നു. സോ പ്രൈസ് നേരെ താഴേക്ക് പോരുമ്പോഴത്തേനും നമ്മളിവിടെ നോക്കുന്നത് ഇതിൽ ഫസ്റ്റ് പുൾ ബാക്ക് ഏതാണെന്ന് നോക്കുക. പുൾ ബാക്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പുൾ ബാക്ക് വിൽ ആക്ട് ആസ് എ സപ്പോർട്ട് ആൻഡ് പുൾ ബാക്ക് വിൽ ആക്ട് ആസ് എ റെസിസ്റ്റൻസ് ഓൾസോ. സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് പുൾ ബാക്ക് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി അതെങ്ങനെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ കൺസിസ്റ്റൻ്റ് അപ്പ് ട്രെൻഡ് ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് വരുവാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നു പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ കട്ട് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ ഏതാണെന്നുള്ളത്. അപ്പോൾ പുൾ ബാക്കിനെ പറ്റി ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ, ഓൾറെഡി മറ്റേ 5 വീഡിയോകളിലായിട്ട് ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ ഇനി കവർ ചെയ്യുന്നില്ല. സോ ഇത് നമ്മളെ സംബന്ധിച്ചൊരു പുൾ ബാക്ക് അല്ല, ഇത് സെക്കൻഡ് സെനാരിയോ പുൾ ബാക്ക് അല്ല, തേർഡ് സെനാരിയോയും പുൾ ബാക്ക് അല്ല. ഇത് 3 ക്യാൻഡിലായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ദിസ് ഈസ് നോട്ട് എ പുൾ ബാക്ക്. ബിക്കോസ് ഈ 3 ക്യാൻഡിലിൻ്റെ ട്രേഡ് സെറ്റപ്പിന് ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ അടുത്ത് ക്ലോസ് ചെയ്ത് പോകണം. അതുകൊണ്ടാണ് ഇത് പുൾ ബാക്ക് അല്ലാതെ വരുന്നത്. തേർഡ് ഫോർത്ത് സെറ്റപ്പിൽ ഇവിടെ വരുമ്പോഴത്തേനും നമുക്കിവിടെ ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ കാണാൻ പറ്റും. ഇതുണ്ടോ, ഇതൊരു പുൾ ബാക്ക് ക്യാൻഡിലാണ്. സോ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു പുൾ ബാക്ക് ആയിരുന്നു. ഇനി നമ്മളെ സംബന്ധിച്ച് അടുത്ത ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് പുൾ ബാക്ക് ഓൺ എ ഡിക്ലൈനിങ് ട്രെൻഡിൽ വരുമ്പം സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റിൽ പ്രൈസ് വരുമ്പോൾ ഇവിടെ പ്രൈസ് ഇവിടെ ഒരു സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്യും, ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യും. അപ്പം അതാണ് നമ്മൾ ഇതിനകത്ത് ബേസിക്കായിട്ട് നോക്കുന്ന കാര്യം. ഇനി നോക്കേണ്ട കാര്യം ഇവിടെ നെക്സ്റ്റ്, അതിനുശേഷം വരുന്ന സെനാരിയോയിൽ പുൾ ബാക്ക് ഇല്ല, നമ്മൾ അപ് ട്രെൻഡിലേക്ക് പുൾ ബാക്ക് കണ്ടുപിടിച്ച് പോവുകയാണ്. അപ് ട്രെൻഡിലേക്ക് പുൾ ബാക്ക് കണ്ടുപിടിക്കുമ്പോഴത്തേനും ഇവിടെ നമ്മൾ നോക്കുന്നത് ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് പോകുന്നു മാർക്കറ്റ്. അതിനുശേഷം 3 ക്യാൻഡിൽ ട്രേഡ് സെറ്റപ്പിൽ ഇവിടെ ഒരു പുൾ ബാക്ക് ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രൈസ് അതിനുശേഷം മുകളിലേക്ക് പോകുന്നു, പകരം താഴേക്ക് പോകുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊരു പുൾ ബാക്ക് സെനാരിയോ അല്ല. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നു, ഇവിടെ അടുത്ത പുൾ ബാക്ക് സെനാരിയോ ഏതാണെന്ന് നോക്കുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചൊരു പുൾ ബാക്കാണ്. ഈ ക്യാൻഡിൽ ഇത് നമ്മളെ സംബന്ധിച്ച് നെക്സ്റ്റ് പുൾ ബാക്ക് നമുക്ക് അവിടെ കിട്ടി. അതിനുശേഷം ഇത് മിറ്റിഗേറ്റ് ചെയ്യുന്നില്ല, ആണോ, ജസ്റ്റ് വന്നിട്ട് അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യുന്ന പോലുമില്ല, അല്ലാതെ തന്നെ മാർക്കറ്റ് അടുത്ത സ്ട്രക്ചറിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് നമ്മളെ സംബന്ധിച്ച് വരുന്ന പുൾ ബാക്ക് ഇതാണ്, ഇത്. സോ അതിനുശേഷം വരുന്ന പുൾ ബാക്ക്, ഇപ്പോൾ നമ്മൾ പുൾ ബാക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് പോവാണ്. ഇപ്പം നെക്സ്റ്റ് അതിനുശേഷം വരുന്ന പുൾ ബാക്ക് ഇതാണ്, ഇതാണ് നെക്സ്റ്റ് പുൾ ബാക്ക്. അതിനുശേഷം പുൾ ബാക്ക് വരുമ്പോൾ ഇവിടെ നെക്സ്റ്റ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇതൊരു പുൾ ബാക്കാണ്. ഇത് ഈ മോളി വന്നിരിക്കുന്നത് ഇത്. സോറി, ഇത് പുൾ ബാക്ക് അല്ല. കാരണം എന്ന് വെച്ചാൽ
ഇത് ലോ ബ്രേക്ക് ചെയ്ത് അതിന് ശേഷം വീണ്ടും അടുത്ത ലോ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു. സോ ദിസ് ഈസ് നോട്ട് എ പുൾ ബാക്ക്. അപ്പോൾ നെക്സ്റ്റ് വരുന്ന പുൾ ബാക്ക് ഇതാണ്. ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു പുൾ ബാക്കാണ്. അതിനുശേഷം ഇവിടെ ലോ ബ്രേക്ക് ചെയ്യാൻ ക്യാൻഡിൽ വരുന്നില്ല. ഇത് 3 ക്യാൻഡിൽ സെറ്റപ്പ് ഇല്ല. സബ്സീക്വൻറ്റ് മൊമെൻറ്റിൽ നെക്സ്റ്റ് മാർക്കറ്റ് ഫോളോ ചെയ്യുന്നത് താഴേക്ക്. ഇനി നമ്മളെ സംബന്ധിച്ച് പുൾ ബാക്ക് വരുന്ന സിനാരിയോ എന്ന് പറയുന്നത് ഇതിന് മുകളിൽ കയറി മാർക്കറ്റ് ഇതിന് മുകളിൽ കയറി ടാപ്പ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് പുൾ ബാക്ക് സിനാരിയോ വരുന്നത്. അപ്പോൾ ഇവിടെ മുകളിലോട്ട് ഇനി വരുന്ന പുൾ ബാക്ക് ഉണ്ടോ നോക്കുകയാണ് അടുത്ത. സോ ഇവിടെ ഇത് നോക്കുമ്പോൾ ഇതൊരു പുൾ ബാക്കാണ്. ജസ്റ്റ് അതിൻ്റെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതൊരു നമ്മൾ എല്ലാവരും ചെയ്ത് നോക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ലൈൻ നമുക്ക് കളഞ്ഞേക്കാം. അതിനുശേഷം വരുന്ന പുൾ ബാക്ക് എന്ന് പറയുന്നത് ഇതൊരു പുൾ ബാക്ക് ആയിരുന്നു. ഇതൊരു പുൾ ബാക്ക് ആയിരുന്നു. അതിനുശേഷം നെക്സ്റ്റ് പുൾ ബാക്ക് വരുന്നത് ഇത് ഒരു പുൾ ബാക്ക് ആയിരുന്നു. അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് പുൾ ബാക്ക് ഇല്ല. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ അടുത്ത പുൾ ബാക്ക്. ഓക്കെ, അപ്പം ഇവിടെ ഇത് ഇനി അടുത്ത പുൾ ബാക്ക് എന്ന് പറയുന്നത് ഇവിടെ 2 ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ് ലെവലല്ല. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇതൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഇസ് നോട്ട്, ഇതൊരു കറക്ഷണൽ മൂവ് ആയിരുന്നു. ഇത് പുൾ ബാക്ക് മൂവ്മെൻ്റ് അല്ല ഇത്. സോ നെക്സ്റ്റ് അതിനുശേഷം ഇതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പം ഇതൊരു പുൾ ബാക്ക് ആയിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊരു പുൾ ബാക്ക് ആയിരുന്നു. ഓക്കെ, അടുത്ത ഇതൊരു പുൾ ബാക്ക് ആയിരുന്നു. അതിനുശേഷം ഇതിൻ്റെ പ്രൈസ് അതിന് മുകളിൽ കയറി പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത പുൾ ബാക്ക് വരുന്നത്. ഇനി നോക്കുന്നത് അടുത്ത പുൾ ബാക്ക് ഇത് ഇച്ചിരി സ്ലോയിലാണ് പോകുന്നുണ്ട്. ഞാനിത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് നമ്മൾ പോകുന്നതുകൊണ്ടാണ് കേട്ടോ. സ്പീഡിലിട്ട് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഹൈ വരുന്നു, ഇതിൻ്റെ ലോ വരുന്നു. ഇത് പുൾ ബാക്ക് അല്ല. നെക്സ്റ്റ് വരുന്നത് ഇവിടെ വരുന്ന ഹൈ വരുന്നു. ഇതൊന്നും പുൾ ബാക്ക് അല്ല. ഇനി നമുക്ക് പുൾ ബാക്ക് സിനാരിയോ ഇവിടെ ഇല്ല. ഇനി ഇതിൻ്റെ ഹൈ വരുമ്പോൾ ഇവിടെ ഒരു 3 ക്യാൻഡിൽ പുൾ ബാക്ക് ഫോം ചെയ്യുന്നുണ്ട്. സോ 1 by 1 ആയിട്ട് താഴോട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ബോട്ടം പോർഷൻ ഏതാണ് സ്വീപ്പ് ചെയ്തത് അത് നമ്മളെ സംബന്ധിച്ചൊരു പുൾ ബാക്കാണ്. നെക്സ്റ്റ് നമുക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ പുൾ ബാക്ക് സിനാരിയോ. ഇനി നെക്സ്റ്റ് ഇവിടെ വരുമ്പോഴത്തേനും ഇതിൻ്റെ ഈ ക്യാൻഡിൽ ഹൈ കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു പുൾ ബാക്കാണ്. ഇതൊരു പുൾ ബാക്ക് ക്യാൻഡിലാണ്. ബിക്കോസ് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അതിനുശേഷമല്ലേ ഈ പുൾ ബാക്ക് ഇതായിട്ട് വരുന്നത്. അപ്പം ഇത് അതിനുശേഷം ലാസ്റ്റ് നമുക്കിപ്പോൾ കറൻ്റ്ലി നിഫ്റ്റി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ്. സോ സ്ട്രക്ചറൽ മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളിതിനെ മനസ്സിലാക്കുന്നത്? സോ ദിസ് വാസ് എ പുൾ ബാക്ക് ലെഗ്സ് ആണ് ഇതെല്ലാം നമ്മൾ വരച്ച് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇതിലൂടെ എല്ലാവരും ചെയ്യാം. സ്ട്രക്ചറൽ മാപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സ്ട്രക്ചറൽ മാപ്പിങ്ങിന് നമ്മൾ നോക്കുന്നത് ഇവിടെ നമ്മൾ ഒന്നാമത്തെ കാര്യം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നമ്മളെ സംബന്ധിച്ച് പുൾ ബാക്ക് ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് എക്സാക്ട്ലി ആ പോയിന്റിൽ വന്ന് കറക്റ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് ഈ പുൾ ബാക്ക് ലെഗ്സിൽ മാത്രം വന്ന് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നത്? അതാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇവിടെ നോക്കി, ഈ പുൾ ബാക്ക് ലെഗിൽ ഇവിടെ എത്ര പോയിന്റ് ഉണ്ട്? വെറും 77 പോയിന്റും കൂടെ കവർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇതുണ്ടോ 69 പോയിന്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ടച്ച് ചെയ്യാമായിരുന്നു. പക്ഷേ ടച്ച് ചെയ്തില്ല. നമുക്ക് എക്സാക്ട്ലി ഈ പുൾ ബാക്ക് ലെഗിൻ്റെ അവിടെ വന്ന് കംപ്ലീറ്റ്ലി മിറ്റിഗേറ്റ് ചെയ്ത് പോകണമെന്നൊന്നുമില്ല. മേ ബി അതിന് മുന്നേ തന്നെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാം. മേ ബി ആ ലൈനെ വന്ന് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാം. മേ ബി മേജർ മിറ്റിഗേഷൻ നടത്തിയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാം. അപ്പം സംടൈംസ് ഈ മേജർ മിറ്റിഗേഷൻ നടക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള എൻട്രി നമുക്ക് പ്ലാൻ ചെയ്തിട്ട് എടുക്കാനും പറ്റും. അതാണ് അതിനകത്തെ കാര്യം. അപ്പം ഇത് ഫസ്റ്റ് ലെവലിൽ അതിനുശേഷം നടന്നു. അതിനുശേഷം സെക്കൻഡ് ലെവൽ ഇതുണ്ടോ ആ മിറ്റിഗേഷൻ നടന്നു. അതിനുശേഷം അതിനുശേഷം ഇതിൽ ഏറ്റവും ഫസ്റ്റ് നമ്മളൊരു ബുള്ളിഷ് ട്രെൻഡിൻ്റെ ബിഗിനിങ്ങിൽ ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെയിൻ ട്രെൻഡിങ് ആയിട്ടുള്ളതിനകത്തെ ആദ്യത്തെ പുൾ ബാക്ക് ആയിരിക്കും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് വൺ എന്ന് പറയുന്നത്. അതിനുശേഷം അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞ് മുകളിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും അതായത് ഈ പുൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു പുൾ ബാക്ക് ലെഗ് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ട്രേഡിംഗ് റേഞ്ച് ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട് നോക്കുമ്പം ചെയ്യുന്ന ഒരു പുൾ ബാക്കിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ ഈ ഒരു ഇതെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ട്രെൻഡിങ് മൊമെൻറ്റത്തിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പം നമ്മൾ ഡ്രോ ചെയ്യാൻ തുടങ്ങുന്ന ആദ്യത്തെ ലെഗ് ആയിരിക്കും മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് വൺ. അതിനുശേഷം സെക്കൻഡ് വൺ, അതിനുശേഷം തേർഡ് വൺ, ഫോർത്ത് വൺ, അങ്ങനെ അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞ് വരും. അപ്പം സെക്കൻഡ് വണ്ണിൽ ഇവിടെ വന്ന് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നു. തേർഡ് വണ്ണിൽ എക്സാക്ട്ലി ഓൺ ദ പുൾ ബാക്ക് ഇതുണ്ടോ ആ 2 പുൾ ബാക്ക് ക്യാൻഡിലും ടച്ച് ചെയ്തുകൊണ്ട് ഇവിടെ റിജക്ട് ചെയ്ത് വീണ്ടും കറക്ഷണൽ മൂവ് നടക്കുന്നു അല്ലേ. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും അതർ സൈഡിലേക്ക് പോകുന്നു. ഇപ്പം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഈവൻ അന്നേരം ചോദിക്കും ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് ഇത് റെസ്പെക്ട് ചെയ്തില്ല എന്നുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഈ പുൾ ബാക്ക് ലെഗിൽ
ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേനും മാർക്കറ്റ് ഇവിടെ ഉണ്ട്. ഇവിടെ ഫസ്റ്റ് വന്ന് പ്രൈസ് റിജക്ട് ചെയ്തു, അതിനുശേഷം പ്രൈസ് മുകളിൽ കയറി ക്ലോസ് ചെയ്തു. നമ്മൾ ഇവിടെ നോക്കുമ്പം ദിസ് ഈസ് എ മന്ത്സ് ആക്ടിവിറ്റി അല്ലേ, ഒരു കംപ്ലീറ്റ് മന്തിൻ്റെ മുഴുവൻ ആക്ടിവിറ്റിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സോ ഇതൊരു ചെറിയ പോയിന്റ് ആണെന്ന് വിചാരിക്കില്ല, ഇതൊരു നല്ലൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ആക്ച്വലി ഇതുണ്ടോ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈവൻ നോക്കുന്നത് 40 പോയിന്റോളം ഡിഫറൻസ് ഉണ്ട് ആ പർട്ടിക്കുലർ ഡേയിൽ തന്നെ വന്ന് റിജക്ട് ചെയ്തിട്ട്. അതിനുശേഷം ഇവിടെ നോക്കിയേ, ഇവിടെ പ്രൈസ് ആ ലൈൻ താഴെ വന്നതിന് ശേഷം 212 പോയിന്റ് താഴെ വന്നു. സോ നെക്സ്റ്റ് അവിടുന്ന് ആ പുൾ ബാക്ക് ലെക്കിൽ നിന്ന് മാർക്കറ്റ് എത്ര പോയിന്റ് റിട്രേസ് ചെയ്തു? 622 പോയിന്റ് മുകളിൽ കയറിയതിന് ശേഷമാണ് പ്രൈസ് താഴെ വന്നത്. സോ വാസ് ദിസ് പുൾ ബാക്ക് റെസ്പെക്റ്റഡ് ഓർ നോട്ട്? യെസ് അല്ലേ. നമ്മൾ പ്ലാൻ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ സമയത്ത് മാർക്കറ്റ് വാസ് റെസ്പെക്റ്റിംഗ് ദോസ് ആ വന്നിരിക്കുന്ന പുൾ ബാക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന 1, 2, 3, 4th പുൾ ബാക്ക് ആണെങ്കിൽ പോലും നമുക്കൊരു ഡീസൻറ്റ് ആക്സിലറേഷൻ ഇവിടെ കിട്ടി അല്ലേ. അതാണ് അതിനകത്തെ കാര്യം. നമുക്ക് മാർക്കറ്റിനകത്ത് ആക്സിലറേഷൻ നമുക്ക് എവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ ഒരു ആക്സിലറേഷൻ കിട്ടി, അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. സോ ഇനിയുള്ള ആക്ടിവിറ്റി നമുക്ക് അൺസർട്ടൺ ആണ്. സോ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ യു ഹാവ് ടു, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് വെയിറ്റ് എന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടില്ലേ? ക്ഷമ എന്താണ്? വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ഫോർ ദ പ്രോപ്പർ ഓപ്പർച്യൂണിറ്റി. അതിൻ്റെ ആർക്കും അറിയത്തില്ല അതെന്ത് ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ് വരുന്നതെന്ന് ആർക്കും പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. സോ ത്രൂ ദ ട്രേഡിംഗ് സീക്രട്ട് ചാനൽ ഐ ആം ഡിസ്ക്ലോസിങ് യു ദ ഓപ്പർച്യൂണിറ്റി. മനസ്സിലായി? ഇത് എല്ലായിടത്തും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലേ. നമ്മൾ ഓരോരുത്തരും ഫൈൻഡ് ചെയ്യുന്നതും ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് പല പല ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും. പക്ഷേ ഇതിനകത്തൊരു നോബഡി ക്യാൻ ടേക്ക് എവറിത്തിങ്. അതാണ് ഇതിനകത്ത് ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നതാണ് അല്ലേ. നോബഡി ക്യാൻ ടേക്ക് എവറിത്തിങ്. നമുക്കൊരു പാർട്ട് ഓഫ് ദ തിങ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഇതിനകത്ത് നിന്ന്. അപ്പോൾ ആ പാർട്ട് ഓഫ് ദ തിങ് നമ്മൾ എടുക്കുന്നത് എന്താണ്? നമ്മളെല്ലാവരും പഠിച്ച് എടുക്കുന്നു. സോ ഞാൻ ഈ ഒരു ഐഡിയ ഡിസ്ക്ലോസ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് കാണിച്ച് തരുന്നത് കൊണ്ട് എനിക്കെന്താണ് പ്രോബ്ലം? അല്ലെങ്കിൽ നിങ്ങളൊരാൾക്ക് പറഞ്ഞു കൊടുത്തെന്ന് ഓർത്ത് എന്താണ് പ്രോബ്ലം? ആർക്ക് പറഞ്ഞു കൊടുത്താലും നമുക്ക് ആർക്കും എല്ലാം പോയി എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇത് ട്രേഡിംഗ് സീക്രട്സിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ഐഡിയാസ് കിട്ടത്തുള്ളൂ. സോ അത് കൂടുതൽ ബ്രൈറ്റ് ഐഡിയാസ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് എ ലൈറ്റർ പാർട്ട് ഓഫ് ദ സ്റ്റഡി. എനിവേ നമുക്കിനി നോക്കുന്നത് പുൾ ബാക്ക് ഇവിടെ വന്ന് റെസ്പെക്ട് ചെയ്തു, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കണ്ടു. സോ അത് കഴിഞ്ഞു പോയി. അപ്പോൾ ഇവിടുത്തെ ഓൺ എ ലോവർ ടൈം ഫ്രെയിം നമുക്ക് ഇവിടുത്തെ ആക്ടിവിറ്റീസിൽ ഈ റിജക്ഷൻസ് നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്കമിങ് ലെക്ചേഴ്സിൽ മാർക്കറ്റ് ഡീകോഡിങ് ലെക്ചേഴ്സ് ഇനി നെക്സ്റ്റ് അതാണ് തുടങ്ങാൻ പോകുന്നത്. അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അതിനകത്താണ് നമ്മളുടെ കംപ്ലീറ്റ് എൻട്രി സെനാരിയോസ്, സ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് മുഴുവൻ മനസ്സിലാക്കാൻ പോകുന്നത്. മേ ബി 5 or 6 ലെസൺസിന് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരു 5-6 കൂടെ മുന്നോട്ട് പോകാം. അതിനുശേഷം ട്രേഡിംഗ് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. സോ നെക്സ്റ്റ് പുൾ ബാക്ക്, അതിന് ശേഷം പുൾ ബാക്ക് വന്നല്ലോ. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ മാർക്കറ്റ് ഇങ്ങനെ ഒരു സൈഡ് വേസ് ട്രിഗർ ചെയ്തു വന്നു. ഈവൻ ദോ ഇവിടുത്തെ ഒരു ആക്ടിവിറ്റി ഈ കറക്ഷണൽ മൂവിന് ശേഷം എത്ര പോയിന്റ് ഇവിടുന്ന് വന്നു? 1800 പോയിന്റോളം വന്നു. അങ്ങനെ നിൽക്കുവാണ്. സോ ഇതിന് മുകളിൽ പ്രൈസ് ആക്ഷൻ ബ്രേക്ക് ചെയ്ത് കയറുമ്പോൾ സ്ട്രക്ചറൽ ഡീഫോർമേഷൻ ഹാപ്പൻഡ് അല്ലേ. പിന്നീട് മാർക്കറ്റ് വീണ്ടും ബുള്ളിഷ് മൊമെൻറ്റത്തിൽ പോവുക. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് പുൾ ബാക്ക്, അതിന് ശേഷമുള്ള ഈ സൈഡ് വേസ് മൊമെൻറ്റത്തിന് ശേഷമുള്ള ഇതിൽ ട്രിഗർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കുന്നത്? ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ വോളിയം അഡീഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബിക്കോസ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് വോളിയം ഈ ഓൺ എ റൈസിങ് മാർക്കറ്റ് ഇൻക്രീസിങ് വോളിയം എന്താണ്? ഇവിടെ നോക്കിയാൽ 3.5 ഇവിടെ നോക്കിയാൽ മതി. ഓക്കെ, ഈ റൈസിങ് ലാസ്റ്റ് ക്യാൻഡിൽ എത്രയാണ്? 3.5 ബില്യൺ. അതിന് ശേഷം ആ കംപ്ലീറ്റ് മന്ത് ട്രേഡ് ചെയ്തപ്പോൾ എത്ര? 3.52. അതിനുശേഷം എത്ര വന്നു? 2.6 അത്ര വന്നുള്ളൂ. അപ്പം ഇവിടെ അത്രയും വോളിയം ഇല്ല. സോ എന്തുകൊണ്ട് ഇവിടെ ഈ വോളിയം സ്പൈക്ക് ഔട്ട് ചെയ്യുന്നു? റൈസിങ് ട്രെൻഡിൽ വോളിയം സ്പൈക്ക് ഔട്ട് ചെയ്യുമ്പം ദാറ്റ്സ് എ സൈൻ ഓഫ് ക്ലിയർ സെല്ലിംഗ് ക്രിയേഷൻ ആണ്. പക്ഷേ മാർക്കറ്റ് ഇവിടെ അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്. സോ നമ്മളൊരു അത് കണക്കാക്കേണ്ടത് ബിഗ് പ്ലെയേഴ്സ് അവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയുടെ ഫുട് പ്രിൻറ്റ്സ് വിൽ ബി ദെയർ ഇൻ ദ മാർക്കറ്റ്. സോ മാർക്കറ്റ് ചേട്ടൻ ഫുട് പ്രിൻറ്റ്സ് ഇട്ടിട്ടാണ് പോകുന്നത്. സോ ആ ഫുട് പ്രിൻറ്റ്സിനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്കും സേഫായിട്ട് അവരുടെ ഒപ്പം തന്നെ ജോയിൻ ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും. അതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി മുകളിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പുൾ ബാക്ക്, അതിനുശേഷം വരുന്നു മാർക്കറ്റ് കൺസിസ്റ്റൻറ്റ് ട്രെൻഡിങ്ങിലേക്ക് പോയി. എത്ര പോയിന്റ് മാർക്കറ്റ് മുകളിലേക്ക് കയറി പോയി? ഇവിടം വരെ വന്നു. 2300 പോയിന്റ് നിഫ്റ്റി കയറി. അതിനുശേഷം ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് ഈ 2300 പോയിന്റ് കയറുമ്പം അടുത്ത കറക്ഷണൽ മൂവ് എവിടം വരെയാന്നുള്ളത്? സോ ഈ ഒരു ലെഗിലെ സൈഡ് വൈസ് മൊമെൻറ്റം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സൈഡ് വൈസ് മൊമെൻറ്റം എന്ന് നമുക്ക് കൂട്ടാം. ബിക്കോസ് ഇതൊരു
നമ്മളൊരു ബോക്സ് ഇങ്ങനെ ഇട്ട് വരയ്ക്കുകയാണെങ്കിൽ ദിസ് ആർ സ്മോൾ ഐഡിയാസ്. ഓക്കെ, ഒരു ബോക്സ് ഇങ്ങനെ വിട്ടിരിക്കുന്നത് മാക്സിമം നമ്പർ ഓഫ് ക്യാൻഡിൽസ് ഈ ബോക്സിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ മീൻസ് ദാറ്റ് ഈസ് എ സൈഡ് വേസ് മൊമെൻറ്റം എന്നാണ് നമ്മൾ കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം എത്രമാത്രം ക്യാൻഡിൽസ് ഇതിനകത്ത് കയറി വരുന്നോ, ഒരു റെക്ടാങ്കുലർ ബോക്സ് വരയ്ക്കുമ്പോൾ അതിനകത്ത് നമ്പർ ഓഫ് ക്യാൻഡിൽസ് മോർ ആണെങ്കിൽ ദാറ്റ് മീൻസ് അത് ഒരു സൈഡ് വൈസ് മൊമെൻറ്റം ആയിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. ബിക്കോസ് ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് ടെക്നിക്കൽ സ്റ്റഡി. സോ സപ്പോസ് നമ്മളിവിടെ ഒരു സൈഡ് വൈസ് മൊമെൻറ്റത്തിൽ നമ്മളിവിടെ ഒരു ബോക്സ് വരച്ചു, ഒരു റെക്ടാങ്കുലർ ബോക്സ് വരയ്ക്കുക. ഇങ്ങനെ വരച്ച് കഴിയുമ്പോഴത്തേനും ഈ റെക്ടാങ്കുലർ ബോക്സിനകത്ത് ഹൗ മെനി ക്യാൻഡിൽസ് ആർ ദെയർ? 1 2 3 4 ക്യാൻഡിൽസ് ആർ ദെയർ. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ അതാണോ? മോർ ദാൻ 35 ക്യാൻഡിൽസ് ഇവിടുത്തെ സിറ്റുവേഷനിൽ വന്നില്ലേ? സോ ഇതെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇറ്റ്സ് എ ഗെയിനിങ് മൊമെൻറ്റം. സോ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ ചെറിയ പോയിന്റുകളെല്ലാം നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ടിരിക്കണം. സോ എങ്ങനെയാണ് സൈഡ് വേസ് മാർക്കറ്റ് ഈസ് ഓൺ എ സൈഡ് വേസ് മൊമെൻറ്റം ഓർ ഓൺ എ ട്രെൻഡിങ് മൊമെൻറ്റം. സോ ഓൾവേസ് മാർക്കറ്റ് എക്സ്പാൻഷന് മുന്നേ എന്ത് സംഭവിക്കും? എക്സ്പാൻഷന് മുന്നേ ദർ ആർ ഓൺലി 2 സിനാരിയോസ്. ഓക്കെ, ഒന്ന് കൺസോളിഡേഷൻ ആൻഡ് എക്സ്പാൻഷൻ. സോ ഈ കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ഈ സൈഡ് വേസ് മൊമെൻറ്റം ആണ്. ഈ സൈഡ് വേസ് മൊമെൻറ്റം ഈസ് ലോഡിംഗ് ഓഫ് ഓർഡേഴ്സ് എന്ന് നമുക്ക് ഓൺ എ ടെക്നിക്കൽ സൈഡിൽ നമ്മൾ പറയുമ്പോൾ അതിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പം ലോഡിംഗ് ഓഫ് ഓർഡേഴ്സ് മീൻസ് ദ മാർക്കറ്റ് ഈസ് ഗെറ്റിംഗ് റെഡി ഫോർ എ ബ്രേക്ക് ഔട്ട്. ഇറ്റ് വിൽ ബ്രേക്ക് ഔട്ട് ദിസ് സെനാരിയോ. മനസ്സിലായോ? അതിനൊരു സ്ട്രക്ചറൽ ഡിഫോർമേഷൻ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ലെസണിൽ കവർ ചെയ്യും. ഇത് ആക്ച്വലി ഇത് നെക്സ്റ്റ് ലെവലിൽ ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റ് ആയിരുന്നു. എനിവേ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലിംഗ് പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെവൽ പുൾ ബാക്ക്, ഇവിടെ വന്ന് താഴെ വന്ന് മാർക്കറ്റ് വന്നു, ഇവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഈ എക്സാക്ട്ലി ലൈനെ വന്നു, പ്രൈസ് ടച്ച് ചെയ്തു, റിജക്ട് ചെയ്തു, അപ്പർ സൈഡിൽ പോയി ക്ലോസ് ചെയ്തു. സോ കംപ്ലീറ്റ് മന്ത് ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഈവൻ ഈ ലൈനിൻ്റെ അടുത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ആ ഒരു പർട്ടിക്കുലർ ഡേയുടെ ടൈം ഫ്രാക്ടൽസിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റി സെർട്ടൻലി ദർ ഇസ് എ റിജക്ഷൻ ക്യാൻഡിൽസ്. സോ മെനി റിജക്ഷൻ ക്യാൻഡിൽ വിൽ ബി ദർ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. സോ ഈ ഒരു ലെവലിൽ പോലും ആണെങ്കിലും ഇവിടുത്തെ ക്യാൻഡിൽസിൻ്റെ റിജക്ഷണൽ സൈഡ് നിങ്ങൾ നോക്കിയേ ഓരോന്നും. സോ that means the area and the pullback area what we are finding in the market is highly getting respected. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന പുൾബാക്ക് ഏരിയാസ് ആർ ബീങ് റെസ്പെക്റ്റഡ്. അവിടെ മാർക്കറ്റ് പ്രൈസ് വരുമ്പം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. റെസ്പെക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ആ ലൈനെ റെസ്പെക്ട് ചെയ്യുന്നു, അത് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇറ്റ് ഈസ് ലൈക്ക് ആ ഏരിയ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ മുന്നോട്ടുള്ള പഴയ ലെക്ചറുകളിലെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെ ഇറ്റ് ഈസ് ലൈക്ക് എ പ്ലേ ഗ്രൗണ്ട് വെയർ പീപ്പിൾ ആർ ബൗൺസിങ് ദ ബോൾ. മനസ്സിലായി? ആ ബോൾ ഇങ്ങനെ ബൗൺസ് ചെയ്ത് നിൽക്കുകയാണ്. ആ ബോൾ നമുക്ക് കിട്ടത്തില്ല. സോ നമ്മളത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സർട്ടൻ ഫുട് പ്രിൻസ് ഉണ്ട്. ആ ഫുട് പ്രിൻസിനെ നോക്കിയിട്ടാണ് നമ്മൾ ബോൾ പിടിക്കണോ വേണ്ടതെന്ന് നമ്മൾ കൂട്ടാക്കുന്നത്. സോ ഈ ഏരിയ റെസ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ. അതിനുശേഷം പ്രൈസ് മുന്നോട്ട് പോകുന്നു. ഈ രണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് സംഭവിച്ചു? ഇവിടെ അതിനുശേഷം ഇവിടെ 2 പുൾ ബാക്ക് ഒരുപോലെ ഉണ്ടായിരുന്നു അല്ലേ? 2 പുൾ ബാക്ക് ഒരുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഓൾറെഡി ഈ പുൾ ബാക്ക് ഏരിയ ഓൾറെഡി മിറ്റിഗേഷൻ നടത്തിയിട്ടാണ് മാർക്കറ്റ് ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത് അല്ലേ? അപ്പം സ്ട്രക്ചറൽ മാർക്കിംഗ് ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പം ഞാൻ പറയാം. അപ്പം നമുക്ക് മുകളിൽ വരെ ഒന്ന് എത്താം. അപ്പം അതിനുശേഷം മുകളിലേക്ക് നമ്മൾ മാർക്കറ്റ് ഹെഡ് ചെയ്ത് പോകുന്നു. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ അടുത്ത പുൾ ബാക്ക് വരുന്നു. സോ ഇവിടെ ഇത്രയും വലിയൊരു ലെങ്തി ട്രാവൽ നടന്നു കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് 2 പുൾ ബാക്ക് ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അത് മൈനർ മിറ്റിഗേഷൻസ് ആണ് ഇവിടെ ഏകദേശം നടന്നിരിക്കുന്നത് കൊണ്ടും ഇവിടുത്തെ സെറ്റപ്പിൽ ഓൾറെഡി നടന്നിരിക്കുന്നതുകൊണ്ടും ഇവിടെ രണ്ടാമത്തെ ഈ ഒരു സ്ട്രക്ചർ നോക്കുമ്പോഴും ഒരു 3 ക്യാൻഡിൽ പുൾ ബാക്ക് ഇവിടെ 3 ക്യാൻഡിൽ പുൾ ബാക്ക് ഇല്ല. ബിക്കോസ് ഈ ഹൈ കട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യാതെ പോയത്. അപ്പോൾ ദിസ് വാസ് ഉള്ള പുൾ ബാക്ക് മിറ്റിഗേഷൻ മൂവ്മെൻ്റ് എന്നാണ് മാത്രമേ നമുക്ക് ഇതിനെ കൂട്ടാൻ പറ്റുള്ളൂ. സോ ഇവിടെ ഈവൻ ഈ ഒരു 3 ക്യാൻഡിൽ കറക്ഷണൽ മൂവിൽ പോലും പ്രൈസ് റിജക്ഷൻ ഉണ്ടായിരുന്നു. സോ ഇവിടെ ദർ ആർ ലോട്ട് ഓഫ് കളക്ഷൻ ഓഫ് ഓർഡേഴ്സ്, ഇവിടെ ലോട്ട് ഓഫ് കളക്ഷൻ ഈ പുൾ ബാക്കിൻ്റെ ഏരിയയും ലോട്ട് ഓഫ് കളക്ഷൻ ഓഫ് ഓർഡേഴ്സ് നമുക്ക് കൂട്ടാൻ പറ്റും, ഈ 3 ഏരിയയും. സോ 1 2 3 അതുകൊണ്ടാണ് പ്രൈസ് ഈ ഏരിയയിൽ വന്ന് പ്രൈസ് റിജക്ട് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള കാര്യം. സോ ആരെങ്കിലും പ്രതീക്ഷിക്കുക ഇത്രയും വലിയ ഫോൾ വരുമെന്ന്? ആരും പ്രതീക്ഷിക്കത്തില്ല. സോ എന്താണ് ഈ ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റിന് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നെക്സ്റ്റ് അടുത്ത ശേഷം ഇവിടെ ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലേ? ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ വന്നു, പ്രൈസ് സബ്സിക്വൻറ്റ് മൂവിൽ പ്രൈസ് റിജക്ട് ചെയ്തു, ഇവിടെ താഴെ വന്നിട്ട് പ്രൈസ് റിജക്ട് ചെയ്ത് മുകളിൽ കയറി ഈവൻ അതിൻ്റെ മുകളിൽ കയറി ക്ലോസ് ചെയ്തു. അപ്പോൾ അത് മിറ്റിഗേറ്റഡ് മൂവ്മെൻ്റ് ആയി. പിന്നെ നമ്മൾ നോക്കുന്ന പുൾ ബാക്ക് ഉണ്ടോ എന്ന് നോക്കുന്നത്. അപ്പോൾ ഈ പുൾ ബാക്ക് ഈ മിറ്റിഗേഷനെ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ പുൾ ബാക്ക് വന്ന് നോക്കുമ്പോഴത്തേനും ഇതൊരു 3 ക്യാൻഡിൽ പുൾ ബാക്ക്. നെക്സ്റ്റ് മാർക്കറ്റ് നിൽക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെയാണ് നമ്മുടെ കറണ്ട് പൊസിഷൻ. ഇനി എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നോക്കുമ്പോൾ എത്ര പുൾ ബാക്ക്, ഇത് എത്ര പോയിന്റ് ഉണ്ട്? 2619. ഇനി ഇവിടെ തൊട്ട് എത്ര വരെയുണ്ട്? 1954 അല്ലേ? സോ മാർക്കറ്റ് എത്ര കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും there is a time market will come back and mitigate this pullback and again head upside, because മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ ഫിനോമിന എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബുള്ളിഷ്
എക്കോണമി എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ഗ്രോയിങ് ആണ് അല്ലേ. അപ്പോൾ ഈ എക്കോണമി ഗ്രോ ചെയ്യുമ്പോഴത്തേന് എന്താണ് അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് ഇത് 20,000, 21,000, 22,000 10 വർഷം കഴിയുമ്പം 30,000 ആയെന്നിരിക്കാം. അപ്പം ഇങ്ങനെ അത് മാർക്കറ്റ് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കും. ബിക്കോസ് നമ്മൾ കാണുന്ന എന്താണ്, മാർക്കറ്റ് മുഴുവനും ഓണെ നമ്മൾ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള, അതായത് 2001 തൊട്ട് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ മിറ്റിഗേഷണൽ മൂവ്മെൻറ്റ് ഓർ കറക്ഷണൽ മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുമ്പം എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എന്തെല്ലാം കാര്യങ്ങൾ നടന്നാലും എക്കോണമി ഈസ് ഓൺ എ റൈസിങ് ട്രാക്ക് അല്ലേ. ബിക്കോസ് പോപ്പുലേഷൻ കൂടുന്നു, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൂടുന്നു, പുതിയ കമ്പനികൾ വരുന്നു, ഇങ്ങനെയെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ ഇത് പൊക്കോളും. പക്ഷേ ഈ ഒരു മിറ്റിഗേഷണൽ മൂവ്മെൻറ്റ് ഇറ്റ് വിൽ ഹാപ്പൻ ഫോർ ഷുവർ, ഓർ ദിസ് വിൽ ബി ടേക്കൺ ഔട്ട്. അതും ഹാപ്പൻ ചെയ്യാം. മേ ബി ഇതൊരു ബിഗ്ഗസ്റ്റ് മൂവ് ആയതുകൊണ്ട് ഇത്രയും ക്രാഷ് ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഇവിടെ എന്താണെങ്കിലും ദിസ് വിൽ ബി ടേക്കൺ ഔട്ട്. സോ ഈ ഒരു മൂവ്മെൻറ്റ് ഇവിടെയാണ് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി വരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് സ്ട്രക്ചറൽ മാർക്കിംഗ്. സോ സ്ട്രക്ചറൽ മാർക്കിംഗ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ ഫിനോമിന വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിനെ മനസ്സിലാക്കുന്നത്. സോ നമ്മൾ ഇത് ഇഗ്നോർ ചെയ്യുന്നു. സോ നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. സോ ദിസ് വാസ് എ ഹൈ അല്ലേ, ഇത് നമ്മുടെ ലോ, പിന്നെ ഇത് ഹൈ, ഇത് ലോ, പിന്നെ നമ്മുടെ ഇത് ഹൈ, ഇത് ലോ. സോ ഇത് ഇവിടം വരെ ഒരു സ്ട്രക്ചർ നമുക്ക് എത്തി. അതിനുശേഷം അടുത്ത പുൾ ബാക്ക് ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ. അപ്പം നെക്സ്റ്റ് പുൾ ബാക്ക് നമ്മൾ ഇവിടുന്ന്, ഇതാണ് നമ്മുടെ പുൾ ബാക്ക് അല്ലേ. സോ ഇത് നമ്മുടെ പുൾ ബാക്കിൻ്റെ ലെഗ്. അതിനുശേഷം ഇത് നമ്മുടെ ഞാനിത് അങ്ങോട്ട് പോകുന്ന ഒരു കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബിക്കോസ് ഇതിൻ്റെ ലെഗ് ഉണ്ടോ, ഇത് ഇവിടെ ഞാൻ ഈ വരച്ചേക്കുന്നത് ഈ ലെഗിൽ തന്നെ ഇത് വരച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഇവിടുന്ന് ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, അടുത്ത ലെഗ് ഇവിടുന്ന് ഇതായിരുന്നു നമ്മളുടെ ഹൈ അല്ലേ, ഇതാണ് നമ്മുടെ ഹൈ. പിന്നെ ഇതായിരുന്നു നമ്മുടെ പുൾ ബാക്കിൻ്റെ ലെഗ്. അതിനുശേഷം ഇതായിരുന്നു ഇത് ഇവിടെ നോക്കിയാൽ മതി, ഇതുണ്ട് ഇതിൻ്റെ ഹൈയുടെ ഇവിടെ ഞാൻ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു അതിന് ഇത് റൈറ്റ് സൈഡിലേക്ക്, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടി ഇതാണ് ഹൈ. അപ്പോൾ ഞാൻ ഈ ഹൈയുടെ ഇവിടെ കറക്റ്റ് വെക്കുന്നു. അതിനുശേഷം ഇവിടെ ഇതല്ലേ ലോയെ, അപ്പം ലോ ഇവിടെ വരെ വെക്കുന്നു കണ്ടോ. സോ ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത പുൾ ബാക്ക് നമ്മളെ സംബന്ധിച്ച് ഇതാണ് നമ്മുടെ മുകളിലോട്ടുള്ള പുൾ ബാക്കിൻ്റെ ലെഗ് വരുന്നത്. സോ ഇതാണ് ഹൈ. സോ ഇവിടെ നമ്മൾ ഹൈ ഇത് ഈ ക്യാൻഡിലിൻ്റെ ഹൈ ആണ് ഇത് അല്ലേ, ഇവിടെയാണ് ലോ വരുന്നത്. അപ്പോൾ ഹൈയുടെ ഹൈ വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നു. എന്നിട്ട് നമുക്ക് ലോ ഇത് ലോ. അപ്പോൾ നമുക്ക് ഈ ലെവലിൽ വരും ലോ, ഇവിടെ വന്നു, ഇത് അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് വൺ നമ്മളെടുത്തു, ഇതാണ് നമ്മുടെ ഹൈ. അപ്പോൾ നമ്മളിവിടെ ഹൈ എടുത്തു, ഇത് നമ്മളുടെ ലോ, ഇത് നമ്മുടെ ലോ എടുത്തു. അതിനുശേഷം ഇവിടെ നമ്മുടെ അടുത്ത ലാസ്റ്റ് വൺ, ഇത് നമ്മുടെ ഹൈ, ഇത് നമ്മുടെ ലോ, ഇത് നമ്മുടെ ഹൈ. സോ ദിസ് ഈസ് എ ഫൈനൽ സ്ട്രക്ചറൽ മാർക്കിംഗ് ബേസ്ഡ് ഓൺ പുൾ ബാക്ക്. ഇതാണ്. അപ്പം നമ്മളിവിടെ നോക്കുന്ന കാര്യം എന്താണ്, സ്ട്രക്ചറൽ മാർക്കിംഗ് പ്രകാരം എങ്ങനെയാണ് പുൾ ബാക്കിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പുൾ ബാക്കിൻ്റെ ഇതിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്, ഇതിൻ്റെ പുൾ ബാക്ക് ഈ മാർക്കിംഗ് സ്ട്രക്ചർ മാർക്ക് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ഒരു ഹൈ വരുന്നു, ലോ വരുന്നു, ഹൈ വരുന്നു, ലോ വരുന്നു, ഹൈ വരുന്നു, ലോ വരുന്നു, ഇങ്ങനെ വരുന്നു. സോ ഈ ഹൈ തൊട്ട് ഇവിടെ ഈ ലോ തൊട്ട് ഈ ഹൈ വരെ നമ്മൾ കണക്കാക്കുന്നത് ദിസ് ഈസ് എ സിംഗിൾ ലെഗ് മൂവ്മെൻറ്റ് എന്നാണ് പറയുന്നത്. സിംഗിൾ ലെഗ് മൂവ്മെൻറ്റ്. നെക്സ്റ്റ് വൺ കറക്ഷണൽ മൂവ്, pull back created, then again single leg movement. So next one single leg movement, single leg again, single leg small movement again, next one single leg. ഇവിടെ ഇതുണ്ടോ, ഇതൊരൊറ്റ സിംഗിൾ ലെഗ് മൂവ്മെൻ്റ് ആണ്. സോ നമ്മൾ മാർക്കറ്റിലെ സ്ട്രക്ചർ കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, മാർക്കറ്റിൽ ഇങ്ങനെ പല പല സ്ട്രക്ചറുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും മാർക്കറ്റ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് പാറ്റേൺസ് എന്നല്ല, ചുമ്മാ ഇങ്ങനെ മാർക്കറ്റ് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ പോകുന്നു. സോ നമ്മൾ നോക്കുന്നത് എന്താണ്, മാർക്കറ്റിൻ്റെ ഡയറക്ഷണൽ ഫിനോമിന മനസ്സിലാക്കണമെങ്കിൽ you should understand whether there is a single leg movement or ഇത് ഡയറക്ഷണൽ മൂവ്മെൻറ്റ് എങ്ങനെയാണ് മാർക്കറ്റ് നമ്മളെ കാണിച്ചു തരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്ന കാര്യം. സോ ഡയറക്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഓൺ എ റൈസിംഗ് ട്രാക്ക് മേ ബി ഓൺ എ സിംഗിൾ ലെഗ് മൂവ്മെൻറ്റ് കറക്ഷണൽ മൂവ്. സോ നമ്മളെ സംബന്ധിച്ച് ഇവിടുന്ന് നോക്കുമ്പോഴത്തേനും എന്താണ് കാണുന്നത്, ഇവിടുന്ന് സിംഗിൾ ലെഗ് മൂവ്മെൻറ്റ്, ദിസ് ഈസ് എ കറക്ഷൻ, അഗെയിൻ ദിസ് ഈസ് എ സിംഗിൾ ലെഗ് മൂവ്മെൻറ്റ്, ദിസ് ഈസ് എ കറക്ഷൻ. സോ മാർക്കറ്റിൻ്റെ ഇവിടം തൊട്ട്, അതായത് ഈ ഒരു മൂവ്മെൻറ്റ് ഇവിടം തൊട്ട് നമ്മൾ ഇവിടം വരെ മാർക്കറ്റ് സഞ്ചരിക്കുമ്പോൾ കറക്ഷൻ ഇല്ലാത്ത മൂവ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരച്ചാണ് പോകുന്നത്. സോ ഇവിടം തൊട്ട് ഇവിടം വരെ പോയി ദിസ് ഈസ് എ സിംഗിൾ ലെഗ് മൂവ്മെൻറ്റ്. പക്ഷേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ബൈങ് സെല്ലിങ്ങും എല്ലാം വരുന്നുണ്ട്.
സോ നമ്മൾ കണക്കാക്കുന്നത് ഇവിടുന്ന് ദിസ് ഈസ് എ സിംഗിൾ ലെഗ് മൂവ്മെൻറ്റ്, എഗെയിൻ ദിസ് ഈസ് എ സിംഗിൾ ലെഗ് മൂവ്മെൻറ്റ്. സോ ഇങ്ങനെ സിംഗിൾ ലെഗ് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് ഇരിക്കുമ്പോൾ നമ്മളുടെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ പ്രകാരം ദർ ഇസ് എ വാക്വം ക്രിയേറ്റഡ് ഹിയർ, അല്ലേ? ഒരു വാക്വം ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെൻ ദേ ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ ഇങ്ങനത്തെ റൈസിങ് മാർക്കറ്റിൽ അവർ കയറി പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് നമ്മൾ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്താണ്? ബിക്കോസ് 70% of the market participants are institutions and 30% of the market participants are retailers. So who is controlling the market? Institutions. Institutions ആരാണ്? ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അല്ലേ? ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരാണ്? നമ്മളുടെ ബാങ്ക്സ്, LIC അങ്ങനത്തെ ഡൊമസ്റ്റിക് ആയിട്ട്, അതുപോലെ തന്നെ കമ്പനികൾ പർച്ചേസ് ചെയ്യുന്നു, അങ്ങനെ ഉള്ളവരാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതെല്ലാം കൂടെ കൂടുന്നതാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ ലെഗ് മൂവ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്, അല്ലേ? ഇവിടെ നോക്കുമ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് എന്തോ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ലേ? ഇവിടെ ഒരു കറക്ഷൻ, കറക്റ്റാണ്. ഇവിടുന്ന് ഇവിടം വരെ വന്നു, അടുത്ത ഇവിടെ വരെ വന്നു, കറക്റ്റ്. അപ്പോൾ ഇവിടുന്ന് ദിസ് ഈസ് ട്രീറ്റഡ് ടു ബി എ സിംഗിൾ ലെഗ് മൂവ്മെൻറ്റ്. സോ ഇങ്ങനെ നമ്മൾ ഇവിടെ സിംഗിൾ ലെഗ് മൂവ്മെൻറ്റ് വരുമ്പോഴത്തേനും ഒരു വാക്വം ഇവിടെ ഫിൽ ഔട്ട് ചെയ്യാനുണ്ട്. ആ വാക്വത്തിൻ്റെ മൂവ്മെൻ്റ് ആണ് സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റിൽ മിറ്റിഗേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ ബിഗർ പ്ലെയേഴ്സ് ആണ്. ഈ ബിഗർ പ്ലെയേഴ്സ് അവർ റൈസിങ് മാർക്കറ്റിൽ ഇങ്ങനെ പർച്ചേസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേന് എന്ത് വരുന്നത്? അവർക്ക് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ലൂസിങ് പൊസിഷൻസ് വിൽ ബി ക്രിയേറ്റഡ്. മനസ്സിലായോ? അപ്പോൾ ഈ ലൂസിങ് പൊസിഷൻ ഹാസ് ടു ബി ക്ലോസ്ഡ് ഔട്ട് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. അപ്പം ഈ ലൂസിങ് പൊസിഷൻസ് ക്ലോസ് ഔട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ് ഈ പുൾ ബാക്ക് മിറ്റിഗേഷൻ ഓർ ദ കറക്ഷണൽ മൂവ് എന്ന് പറയുന്നത്. സോ ഹൗ ഡു ദേ ക്ലോസ് ഔട്ട് ദ losing positions? So losing positions in the close out ചെയ്യുമ്പോഴത്തേനും there are lot of things. അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഇതെന്ന് പറയുന്നത് എന്താണ്? ഇൻഡെക്സ് ഓപ്ഷൻസ്, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്, സ്റ്റോക്ക് ഓപ്ഷൻസ്, സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ്, ഇത്രയും സംഭവങ്ങളുണ്ട്. ഇൻഡെക്സ് ഓപ്ഷൻസ്, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്, സ്റ്റോക്ക് ഓപ്ഷൻസ്, സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ്, അല്ലേ? അപ്പം സബ്സീക്വൻ്റ്ലി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദേ വിൽ ബി ക്രിയേറ്റിംഗ് ഇവിടെ പൊസിഷൻസ് എടുക്കുന്നുണ്ടായിരിക്കും. ഇൻഡെക്സ് ഓപ്ഷൻസിലും ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും പൊസിഷൻ എടുക്കുന്നുണ്ട്. പൊസിഷൻ എടുക്കുന്നത് ദിസ് ഈസ് ദ മെയിൻ ലെഗ് ഓഫ് ദ ആക്ടിവിറ്റി ആൻഡ് ദിസ് ഈസ് ദ ഇൻഷുറൻസ് ആക്ടിവിറ്റി. ഇവിടെ മനസ്സിലായോ? അപ്പം ഇൻഷുറൻസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇൻഡെക്സ് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വൺ ലെഗ് ഇവിടെയും ആൻഡ് ദ അതർ ലെഗ് ഇവിടെയും. എന്തിനാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ബിക്കോസ് ദിസ് ഈസ് ടു ടേക്കൻ. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ പൊസിഷന് കൗണ്ടർ പൊസിഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു ഒരു ഇൻഷുറൻസ് വെച്ചിട്ടോ അവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ആരുടെ മണിയാണ്? ബിക്കോസ് അൾട്ടിമേറ്റ്ലി ദീസ് ആർ ഓൾ അവർ മണി ഇറ്റ് സെൽഫ്, അല്ലേ? നമ്മൾ മ്യൂച്വൽ ഫണ്ടിന് പൈസ കൊടുത്ത് അവർ നമുക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഉത്തരവാദിത്തമാണ്. സോ അവരെന്ത് ചെയ്യണം? ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദേ വിൽ ബി ഹെഡ്ജിങ് ദെയർ പൊസിഷൻ ത്രൂ ഇൻഡെക്സ് ഓപ്ഷൻസ് ആൻഡ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്, അല്ലേ? ഇൻഡെക്സ് ഓപ്ഷൻസിനകത്തും ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിനകത്തും സ്റ്റോക്ക് ഓപ്ഷൻസിനും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിനകത്തും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിട്ട് കൗണ്ടർ പൊസിഷൻ ആസ് എൻ ഇൻഷുറൻസ് അവർ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിട്ട് ഉണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് പോലെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇവരിവിടെ ബിൽഡപ്പ് ചെയ്യുന്ന പൊസിഷൻസ് എന്താണ്? കോൾ ഓപ്ഷൻ സെല്ലിംഗ് ആൻഡ് പുട്ട് ഓപ്ഷൻ സെല്ലിംഗ്. സോ എന്ത് സംഭവിക്കുന്നത്? ഇൻഡെക്സ് ഓപ്ഷൻസിനകത്ത് ഈ ഒരു ലെഗിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ദേ വിൽ ബി ക്രിയേറ്റിംഗ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇൻ ഇൻഡെക്സ്. ഈ ഒരു കാണുന്ന ഈ 4 സെനാരിയോയിലും കാണുന്നതിനകത്തെല്ലാം ഓപ്പൺ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കും. സോ ആ ഓപ്പൺ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ബേസിക് മൂവ്മെൻറ്റ് നമ്മൾ ഓപ്ഷൻസിൻ്റെ പ്രെഡിക്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റോങ്. അപ്പം നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ അണ്ടർലൈങ് അസറ്റ്സ് എവിടെയാണോ ദാറ്റ് വിൽ ഗീവ് യു ദ കറക്റ്റ് ഡയറക്ഷണൽ മൂവ്മെൻറ്റ്. സോ ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചറൽ മാർക്കിംഗ് എന്താണ് നമ്മൾ ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചറൽ മാർക്കിംഗ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കറക്ഷണൽ മൂവ് മാർക്കറ്റിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇവിടെ സിംഗിൾ ലെഗ് മൂവ്മെൻറ്റ് ആണെങ്കിൽ ദർ ഇസ് എ വാക്വം ക്രിയേറ്റഡ് ഹിയർ, അല്ലേ? ഈ ഏരിയയിൽ. സോ ദിസ് ഈസ് ഓൺ എ മാക്രോ ലെവൽ ഈ ഒരു ഏരിയ ഹാസ് ടു ബി ക്ലോസ്ഡ് ഔട്ട്. അപ്പം എപ്പോൾ ക്ലോസ് ചെയ്യും എന്ന് നമുക്കറിയത്തില്ല. സോ നമ്മളത് പുൾ ബാക്ക് ലെഗ്സിനെ വെച്ചിട്ട് നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ഏരിയയിലോട്ട് വരുമ്പം വി വിൽ പ്ലാൻ അവർ ആക്ടിവിറ്റി.
ഇതാണ്. അല്ലാതെ നമുക്ക് മാർക്കറ്റിന് ഇതിപ്പോൾ കുറയായിരിക്കും കൂടുമായിരിക്കും, ദർ ഇസ് നോ അസംഷൻ. മാർക്കറ്റ് ഈസ് വർക്കിംഗ് ഓൺ എ വാലുവേഷൻ. നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആക്ച്വലി ഫോക്കസിങ് ഓൺ ഡീവാലുവേഷൻസ്. അത് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അപ്പം അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ നോക്കേണ്ടത് അടുത്ത പുൾ ബാക്ക് ലെഗിന് നമുക്ക് എവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം എനി പോയിന്റ് ഓഫ് ടൈം നമുക്ക് ഈ പുൾ ബാക്ക് ലെഗ്സിൽ മാർക്കറ്റ് വന്ന് റിട്രേസ് ചെയ്യുമ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ നോക്കണം എവിടെയാണ് സ്റ്റോക്ക് ഇതുപോലെ തന്നെ സിമിലർ ആയിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്സ് എവിടെയാണ്, അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് ഒക്കെ ആണോ ടെക്നിക്കൽസ് ഒക്കെ ആണോ, ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. സോ ഇഫ് യു വാണ്ട് ടു ബിക്കം എ പ്രോപ്പർ ഇൻവെസ്റ്റർ, ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് നമ്മളുടെ ഓപ്ഷൻസിനകത്ത് ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുക എന്നതിലുപരി നമുക്ക് ഏറ്റവും കൂടുതൽ ബിഗ്ഗസ്റ്റ് റിട്ടേൺ തരുന്ന എറിന എന്ന് പറയുന്നത് എവിടെയായിരിക്കും? നമ്മളുടെ ഇൻവെസ്റ്റിംഗ് പ്രോസസ്സിലാണ്. ബിക്കോസ് ഇവിടെ ഇൻവെസ്റ്റിംഗ് നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ 2004 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ച് എത്ര രൂപയുണ്ട്? ഇപ്പം 20,000 രൂപയുണ്ട്, 21,000 രൂപയായി. അതാണ് ഇതിൻ്റെ കണക്ക്. അപ്പം അതിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള പല സ്റ്റോക്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിനകത്തായിരിക്കണം നമ്മളുടെ മെയിൻ ഫോക്കസ് ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്ഷൻസിനകത്തും ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ ആക്ച്വലി ഇത് രണ്ടും നമ്മൾ ട്രേഡിംഗ് പഠിക്കുമ്പോഴാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് മനസ്സിലാവും, ട്രേഡിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് മനസ്സിലാവും. സോ ഇതാണ് ഇതിനകത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പം സ്ട്രക്ചറൽ ഇപ്പം നമ്മൾ ടു സമറൈസ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി മാർക്കിംഗ് ദ പുൾ ബാക്ക് ഫ്രം ദ ബോട്ടം ലെവൽ തൊട്ട് നമ്മൾ പുൾ ബാക്ക് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം പുൾ ബാക്കിൻ്റെ ലെഗ്സ് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് മാർക്കറ്റ് നോക്കുന്നത് ഇതൊരു സിംഗിൾ ലെഗ് മൂവ്മെൻ്റ് ആണോ അതോ ഒരു എങ്ങനത്തെ മൂവ്മെൻ്റ് ആണ്, കറക്ഷണൽ മൂവ്മെൻറ്റ് ചാൻസ് ഉള്ള മൂവ്മെൻ്റ് ആണോ? കാരണം ഇതിൻ്റെ സിംഗിൾ ലെഗ് മൂവ്മെൻറ്റിന് കൂടുതൽ സിംഗിൾ ലെഗ് മൂവ്മെൻറ്റ് നടത്തിയിരിക്കുകയാണെങ്കിൽ ദർ ഇസ് എ ഡീഫോർമേഷൻ, അല്ലെങ്കിൽ അവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു വാക്കം ഇട്ടിട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. അത് മന്ത് ടു മന്ത് അല്ലെങ്കിൽ ടൈം ടു ടൈം അത് സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റുകളിൽ അത് കവർ ചെയ്യപ്പെട്ടിരിക്കും, എപ്പോഴെങ്കിലും ആയിട്ട് കവർ ചെയ്യപ്പെട്ടിരിക്കും. സോ ഇവിടെ നോക്കിയാൽ എത്ര ഇവിടെ നമ്മുടെ പുൾ ബാക്ക് ഫസ്റ്റ് ലെഗ് ഈ ലെഗ് തൊട്ട് ഇവിടം വരെ എത്ര ആയിട്ടുണ്ട്? 4500 പോയിന്റ് ഉണ്ട്. അത്രയും തന്നെ മാർക്കറ്റ് കറക്ഷണൽ മൂവ് വന്നില്ലേ? അപ്പം ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇത് വെച്ചിട്ടാണ് നോക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറൽ മാർക്കിങ് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് സ്ട്രക്ചറൽ മാർക്കിങ്. ഒന്ന് നമ്മുടെ പുൾ ബാക്ക് ലെഗ് വെച്ചിട്ടുള്ള സ്ട്രക്ചറൽ മാർക്കിംഗ് ഉണ്ട്. പിന്നെ നോർമലി നമ്മളുടെ ടൈം ഇതിനെ വെച്ചിട്ടുള്ള സ്ട്രക്ചറൽ മാർക്കിംഗ് ഉണ്ട്. ഹൈ ലോയ് മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ ഇവിടെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൗ ടു വീഡിയോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി വീഡിയോസ് ഉണ്ട്. അപ്പം ഈ വീഡിയോകളെല്ലാം ആദ്യം തൊട്ട് കണ്ടുവരുന്നത് സ്ട്രക്ചറൽ അലൈൻമെൻറ്റ് മാർക്കിംഗ്, ഹൈ ആൻഡ് ലോസ്. ഇത് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. അപ്പം ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ മാർക്കിംഗ് ഉണ്ട്. ഈ സ്ട്രക്ചറൽ മാർക്കിംഗ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ലെസൺ തൊട്ട് നമ്മൾ മാർക്കറ്റ് ഡീകോഡിംഗ് സ്ട്രക്ചർ തുടങ്ങുകയാണ്. അപ്പോൾ അതിനകത്ത് ആരും പറയാത്ത കുറേ കാര്യങ്ങൾ സീക്രട്ടായിട്ട് ഒളിഞ്ഞു കിടപ്പുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നല്ല കമൻസുകളൊക്കെ എഴുതുക, നിങ്ങളുടെ സംശയങ്ങൾ, ഡൗട്ട്, അതുപോലെ തന്നെ അപ്രിസിയേഷൻ എല്ലാം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതാണ് എൻ്റെ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. സി യു ഇൻ അനദർ വീഡിയോ.